ഹലോ മക്കളെ, എക്സാമിന് പോകുമ്പോൾ എല്ലാം പഠിച്ചു പോയാലും തിരിച്ചിറങ്ങുമ്പോൾ കുറേ കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ് എഴുതാൻ ടൈം ഇല്ലായിരുന്നു എന്ന്. ഈ ഓണപരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരാതിരിക്കാനുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എക്സാം ടൈം എങ്ങനെ മാനേജ് ചെയ്യണം? ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ഈസി ക്വസ്റ്റ്യൻ. പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻ, ആൻസർ അറിയാവുന്ന, എളുപ്പം സോൾവ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വേഗം ആദ്യം തന്നെ എഴുതി തീർക്കുക. സെക്കൻഡ്, കൂൾ ഓഫ് ടൈം നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വായിക്കാൻ യൂസ് ചെയ്യുക. തേർഡ്, നിങ്ങളുടെ വാച്ച് മറക്കാതിരിക്കുക. ടൈം ഇടയ്ക്ക് ചെക്ക് ചെയ്ത് എഴുതുക. പ്രത്യേകിച്ച് ലാംഗ്വേജ് പേപ്പറുകളൊക്കെ ഒരുപാട് എഴുതാനുണ്ടാകും. പക്ഷേ നിങ്ങൾ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസുകളിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നിൽക്കരുത്. കൂടുതൽ മാർക്കുള്ള ക്വസ്റ്റ്യൻസിന് സമയം മാറ്റി വെക്കുക. നേരത്തെ പറഞ്ഞ പോലെ കൂൾ ഓഫ് ടൈമിൽ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ച് എവിടെ ഏത് ക്വസ്റ്റ്യനുകൾ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഫോർത്ത്, ഒരു ക്വസ്റ്റ്യന് ആൻസർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആൻസർ അറിയാം, ഓർമ്മ വരുന്നില്ല. അപ്പോൾ അവിടെ നിങ്ങൾ സ്റ്റക്കായി നിൽക്കരുത്. അതവിടെ വിടുക. എന്നിട്ട് പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോകുക. അറിയാവുന്നത് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിലേക്ക് തിരിച്ചു വരിക. പിന്നെ ആവശ്യമില്ലാത്തിടത്ത് നീട്ടി വലിച്ച് എഴുതി സമയം കളയരുത്. പോയിൻ്റായിട്ട് എഴുതാൻ പറ്റുന്നത് അങ്ങനെ എഴുതാം. ഡിസ്ക്രിപ്റ്റീവ് ആവേണ്ടടുത്ത് മാത്രം ഡിസ്ക്രിപ്റ്റീവ് ആവുക. എല്ലാ ആൻസറും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റില്ലെന്ന് വരാം എന്ന് വെച്ച് എഴുതാതിരിക്കരുത്. മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. അറിയാവുന്നത് വൃത്തിയായിട്ട് എഴുതുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാത്രി നന്നായിട്ട് ഉറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു വേണം എക്സാമിന് പോകാൻ. എഴുതി കഴിഞ്ഞ് എക്സാം പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപേ ഒന്നുകൂടി ഓടിച്ചു നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ അതിനുള്ള ടൈമാണ് അവസാനത്തെ 10 മിനിറ്റ്. ആദ്യം എല്ലാം അറ്റൻഡ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഇംപ്രൂവ് ചെയ്യാൻ നോക്കേണ്ടത്. അല്ലാതെ ഒരു 5 മാർക്കിൻ്റെ ആൻസർ പെർഫെക്റ്റ് ആക്കിയിട്ട് ഒരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ സമയം ഇല്ലാത്ത അവസ്ഥ വരരുത്. അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ച് എക്സാം എഴുതാൻ പോവുക. പഠിക്കുമ്പോൾ എക്സാം ഹാളിൽ ഇരിക്കുന്ന പോലെ ടൈമർ സെറ്റ് ചെയ്ത് ആൻസേഴ്സ് എഴുതി നോക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.